ശബരിമല സ്വർണ്ണപ്പാളികളുടെ പരിശോധനാ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്ത്. പാളികളിലെ സ്വർണത്തിൽ വ്യത്യാസമെന്ന് VSC റിപ്പോർട്ട്. 1998 പൊതിഞ്ഞ സ്വർണത്തിന്റെ അളവ് കുറഞ്ഞു. പാളികളുടെ ഭാരത്തിലും വ്യത്യാസമുണ്ട്. റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. ഇതൊരു സ്ഥിരീകരണം തന്നെയാണ്. അതായത് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ അത് ഈ കേസിൽ വളരെ വളരെ നിർണായകമാണ്. അതിലാണ് ഇപ്പോൾ വിവരങ്ങൾ വന്നിരിക്കുന്നത്. ഈ അളവൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിശദമായ റിപ്പോർട്ട് വരുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരിക്കും പുറത്തു വരിക. ആദ്യഘട്ടത്തിൽ ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ്? പൂജ, നാളെ കോടതിയിലേക്ക് VSCയുടെ റിപ്പോർട്ട് എത്തുമ്പോൾ അതിൽ വലിയ ട്വിസ്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഈ കേസന്വേഷണം ഇതുവരെയും കടന്നു പോകുമ്പോൾ ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങൾ പൊതിയാനായി എടുത്തുകൊണ്ടുപോയ സ്വർണ്ണമുണ്ട്. അവിടെ നിന്നും കൊണ്ടുപോയ സ്വർണം തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഇപ്പോഴും അത് സ്വർണ്ണമാണെന്ന് പറയുമ്പോഴും അതിൻ്റെ അളവിൽ കുറവുണ്ടോ, അത് പഴയ സ്വർണം തന്നെയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യങ്ങൾക്ക് നാളെ ഒരു ഉത്തരമുണ്ടാകും. നിലവിൽ എന്തായാലും മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ചാണ് എങ്കിൽ അതിൻ്റെ അളവിൽ കുറവുണ്ട് എന്നുള്ളതാണ് ഈ VSCയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അത് നാളെ കോടതിയിലേക്ക് എത്തും. ഈ പറയുന്ന സ്വർണം അന്ന് 98 പൊതിഞ്ഞ സ്വർണം എത്രത്തോളം അളവുണ്ടായിരുന്നോ ആ അളവിലും കുറവ് എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ പോയിട്ടുണ്ടാകണം. മാത്രമല്ല, ആ സ്വർണത്തിന്റെ പഴക്കം എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ചെറിയൊരു ഗ്രാമോ അല്ലെങ്കിൽ പവനോ തൂക്കം കുറയുന്നത് പോലെ അല്ല. അത് ശബരിമലയിലെ സ്വർണ്ണമാണ്. അയ്യപ്പന് മുന്നിൽ കാവൽ നിന്ന ദ്വാരപാലകരുടെ ശില്പത്തിന്റെ സ്വർണ്ണമാണ്. അപ്പോൾ സ്വാഭാവികമായും അതിനുണ്ടാകുന്ന മൂല്യം എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് കേവലം സ്വർണത്തിന്റെ വില മാത്രമല്ല. അപ്പോൾ ആ സ്വർണത്തിന്റെ കാലപ്പഴക്കം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അവിടെ നിന്നും പോയ സ്വർണ്ണമാണോ, ഈ 98 വെച്ച സ്വർണം തന്നെയാണോ തിരിച്ചവിടേക്ക് വന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതോ പുതിയ സ്വർണ്ണമാണോ എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു വ്യക്തത ഈ റിപ്പോർട്ട് വരുമ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇതിന്റെ തൂക്കത്തിന്റെ കാര്യത്തിലും ഒരു വ്യക്തത ഈ കോടതിയിലേക്ക് എത്തുന്ന റിപ്പോർട്ടിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും ഒരു സീൽഡ് കവറിൽ നാളെ കോടതിയുടെ മുന്നിലേക്ക് ഈ പറയുന്ന റിപ്പോർട്ട് എത്തും. ആ റിപ്പോർട്ട് എത്തിയ ശേഷമാകും അതിൽ പിന്നീട് തുടർ നടപടികൾ ഉണ്ടാകുക. കോടതി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ കൂടുതലായിട്ടും മുന്നിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് പറയാം വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളത്. അതായത് 98 UB ഗ്രൂപ്പ് പൊതിഞ്ഞ സ്വർണം തന്നെയാണോ എന്നുള്ളതാണ് ഇത്രയും കാലമായിട്ട് അറിയേണ്ടതും. അപ്പോൾ കാലപ്പഴക്കം അത്രയും തന്നെയുണ്ടോ, അതോ പുറത്തു കൊണ്ടുപോയി പൊതിഞ്ഞ് വേറെ കൊണ്ടുവന്നതാണോ? അതായത് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു കപൂർ മോഡൽ കൊള്ളയാണ് ഇതെന്നുള്ളത്. അതായത് കാലപ്പഴക്കം സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേസ് കൂടുതൽ സങ്കീർണമാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുന്നിലേക്കുള്ള വഴികൾ ഇനി എന്തായിരിക്കും? അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കാരണം അയ്യപ്പന് മുന്നിൽ നിന്ന ദ്വാരപാലകർ, അതോടൊപ്പം തന്നെ അയ്യപ്പന് സുരക്ഷ ഒരുക്കിയ കതകിന്റെ കട്ടളപ്പാളികൾ, ഈ രണ്ട് സാധനങ്ങളാണ് അവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്വർണത്തിന്റെ വില മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തിരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന അവിടുത്തെ പഴക്കം ഓരോ വർഷം കഴിയുന്തോറും അയ്യപ്പന് മുന്നിൽ കാവൽ നിന്ന ദ്വാരപാലകരുടെ സ്വർണ്ണമാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ കാലപ്പഴക്കത്തിന് അതിൻ്റെതായ മൂല്യമുണ്ട് എന്നുള്ളത് നിരന്തരമായി ഉയരുന്ന ആരോപണമാണ്. ഈ രമേശ് ചെന്നിത്തലയൊക്കെ ഈ പറയുന്ന D-മണിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റു പല ആളുകളുടെയൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് ഒരു അന്താരാഷ്ട്ര വിപണിയിലേക്ക് ഇത് പോയിട്ടുണ്ട്, ഇത്തരം വ്യാപാരം നടത്തുന്ന ആളുകളുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ സ്വർണത്തിൻ്റെ കാലപ്പഴക്കം വളരെ നിർണായകമാണ്. മാത്രമല്ല, അതിൻ്റെ അളവിനപ്പുറത്തേക്കുള്ളൊരു വില അതിനുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ ഈ പറയുന്ന VSCയുടെ റിപ്പോർട്ട് വരുമ്പോൾ അത് പുതിയ സ്വർണ്ണമാണ് എന്നുള്ള വിവരമാണ് എങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി മാറും. മാത്രമല്ല, ഞെട്ടിക്കുന്ന വിവരമായി മാറുകയും ചെയ്യും. അതെവിടേക്ക് പോയി എന്നുള്ളതും, യഥാർത്ഥ സ്വർണ്ണമല്ല തിരികെ എത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു വിവരമാണ് എങ്കിൽ പിന്നീട് യഥാർത്ഥ സ്വർണം എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തിലേക്ക് SITക്ക് കടക്കേണ്ടി വരികയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും നിലവിൽ തൂക്കത്തിൽ കുറവുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിപ്പോൾ അതിൻ്റെ ഈ പറയുന്ന രണ്ടാമത് കൊണ്ടുവന്ന് അത് ഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളെന്നൊക്കെ പറഞ്ഞ് ചെറിയ അളവാണ് എങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. പക്ഷേ അതിനും അപ്പുറത്തേക്ക് വലിയ അളവിലൊരു കുറവുണ്ടായിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പഴയ സ്വർണ്ണമല്ല തിരിച്ചു വന്നിട്ടുള്ളത് എങ്കിൽ, സ്വർണം വാങ്ങാൻ ഇപ്പോൾ കയ്യിൽ പണമുള്ള ആർക്കും സ്വർണം വാങ്ങാം, കടയിൽ പോയാൽ സ്വർണം കിട്ടും. പക്ഷേ അതുപോലെ അല്ല, അയ്യപ്പൻ്റെ മുന്നിലിരുന്ന് സ്വർണ്ണമാണ്. അപ്പോൾ അതിൻ്റെ കാലപ്പഴക്കം കൂടി വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. റിപ്പോർട്ടിനായി എന്തായാലും കാത്തിരിക്കുകയാണ്. സീൽ വെച്ച കവറിൽ കോടതിക്ക്
മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് നാളെ റിപ്പോർട്ട് എത്തും. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ പറയുന്ന റിപ്പോർട്ട് എത്തുമ്പോൾ ഏറ്റവും ആശങ്കപ്പെടുന്ന ഒരു പക്ഷേ SIT ആയിരിക്കും. കാരണം പഴയ സ്വർണ്ണമല്ല, പുതിയതാണ് അവിടെ വന്നിരിക്കുന്നത് എങ്കിൽ പഴയ സ്വർണം എവിടെ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നിൽക്കുന്നത്.